ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കപ്പയും മത്തിയും ഇട്ടിട്ട് ഒരു പുഴുക്കാണ്. നമുക്ക് ചോറിനൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ കപ്പ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കപ്പ വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് മത്തിയാണ്. നമ്മൾ ചാള മീനിൽ ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 2 എണ്ണേ ചേർക്കുന്നുള്ളൂ. നമുക്കതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് വേവാൻ ആവശ്യമായ വെള്ളം നമുക്കിത് ചേർത്ത് കൊടുത്ത് 1 വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഞാൻ 3 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് വലിയ ജീരകമാണ്. 1/4 ടീസ്പൂൺ വലിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മളെ കപ്പയും മീനും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മത്തി മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുള്ളൊന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ കപ്പയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. കപ്പ നന്നായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ഉടച്ചെടുത്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ കപ്പയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് മുള്ള് കളഞ്ഞു വെച്ച മത്തി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനെ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് തിക്നെസ്സിലുള്ള കറിയാണ് ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറി ഇനി നന്നായി ഒന്ന് തിളച്ച് വരണം. നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മാത്രമല്ല കഞ്ഞിക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.